ഇഫ്താർ ഇൻ അസോസിയേഷൻ വിത്ത് ഏറ്റവും നല്ല സുഗന്ധവിളത്തോട്ടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത മസാലകൾ ജീമ 5 സെൻസ് ടെസ്റ്റിലും വിജയം. റെയിൻബോ ക്വാളിറ്റി മിൽക്ക്. Everlasting impression. All new Sportage. Kia. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. അവിടുന്ന് അല്ലാഹുവാണ്, മറ്റൊരു ആരാധ്യനുമില്ല. ദൃശ്യവും അദൃശ്യവുമായത് അറിയുന്നവനാണ് അവൻ. അല്ലാഹു പരമകാരുണികനും കരുണാനിധിയുമാണ്. അസ്സലാമു അലൈക്കും. ഏവർക്കും ഇഫ്താറിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. നമ്മൾ ഓരോരുത്തരും പരസ്പരം കാണുമ്പോൾ പറയുന്നതാണിത്. ഇതിനർത്ഥവും നമുക്കറിയാം. അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കരുണയും അനുഗ്രഹവും സ്നേഹാശിസ്സുകളും നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നതിന് ചുരുക്കമായിട്ടാണ് നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ സലാം വീട്ടുക എന്നുള്ളത്, സലാം പറയുക എന്നുള്ളത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരാൾ സലാം പറഞ്ഞാൽ അത് വീട്ടിലും നിർബന്ധമാണ്. വ അലൈക്കും അസ്സലാം, അതായത് ആ സമാധാനം നിങ്ങളുടെ മേലും ഉണ്ടാവട്ടെ എന്ന് തിരിച്ച് അനുഗ്രഹിക്കൽ. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒത്തൊരുമയോടെ ജീവിക്കാനുമുള്ള നിരവധി സൂക്തങ്ങളും നബിവചനങ്ങളും നമുക്കറിയാം. ഈ റമദാനിലും തുടർന്നുള്ള ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരും പരസ്പരം സ്നേഹിച്ചും അനുഗ്രഹിച്ചും ജീവിക്കാൻ അല്ലാഹു തവക്കൽത്തു നമ്മളെ കാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇഫ്താറിലെ ആദ്യ കാഴ്ച. ഈന്തപ്പഴം. നോമ്പുമായി ഈ ഫലത്തിനുള്ള ബന്ധം അഭേദ്യം. ഈന്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് തുറക്കുന്നത് സുന്നത്താണ്. ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ ഫലത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അറബികളുടെ പരമ്പരാഗത ഭക്ഷണമാണ് ഇതെന്നതുകൊണ്ട് വൈകാരികമായ ഒരു ബന്ധം അവർ ഈ ഫലത്തോടും ഈന്തപ്പനയോടും സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈന്തപ്പന തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ അറബികൾ പ്രത്യേകം താല്പര്യം കാണിക്കുന്നത്. പരമ്പരാഗത മൂല്യത്തിന്റെ സംരക്ഷണം കൂടിയാണ് ഈ ഈന്തപ്പനകൾ സംരക്ഷിക്കുന്നതിലൂടെ ഉന്നം വയ്ക്കുന്നത്. വൈവിധ്യമേറിയ ഇനങ്ങളാണ് ഈന്തപ്പഴങ്ങളിൽ. നിറത്തിലും വലിപ്പത്തിലും രുചിയിലും വ്യത്യസ്തമായവ. UAE-യിൽ പ്രധാനമായും 12 തരം ഈന്തപ്പഴ ഇനങ്ങളാണ് ഉള്ളത്. ഖലാസ് ഇനമാണ് ഇവയിൽ ഏറ്റവും മുന്തിയത്. ബർഹി, ലുലു, ഖനേസി, കുറോച്ചി, നഗാൽ, സുമ്രാൻ ഇനങ്ങളുടെ പേര് ഇങ്ങനെ നീളുന്നു. ഊർജത്തിന്റെ കലവറയാണിത്. നാരുകൾ, മഗ്നീഷ്യം, പൊട്ടാസ്യം, കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയവ വലിയ തോതിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോ ഈന്തപ്പഴത്തോട്ടത്തിലും പറിച്ചെടുക്കാതെ കുറെ കുലകൾ നിർത്തിയിട്ടുണ്ടാവും. പക്ഷികൾക്കും മറ്റും വേണ്ടിയാണ് ഇത്. ഈ ഫലം ലോകത്തെ സർവ്വചരാചരങ്ങൾക്കുമുള്ളതാണെന്ന സന്ദേശമാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റേത് വിളകളിൽ നിന്നും വ്യത്യസ്തമായി തോട്ടങ്ങളിൽ നിന്ന് ഈന്തപ്പഴം ആർക്കും നിയന്ത്രണമില്ലാതെ കഴിക്കാൻ വേണ്ടി പറിച്ചെടുക്കാം. നിങ്ങളെ ആരും തടയില്ല. അതെ, ഈന്തപ്പഴം വെറും ഒരു പഴമല്ല. അതിനുമപ്പുറം അറബികൾ താങ്കളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ആവേശമാണ്. സലാം പറയുന്നതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാര്യമായിട്ടാണ് കാണുന്നത് എന്നതിന് ചരിത്രത്തിൽ ഒരു കഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബികളുമൊത്തിരിക്കുമ്പോൾ ഒരാൾ അനുവാദം ചോദിക്കാതെ സലാം പോലും പറയാതെ കയറി വന്നു. എല്ലാവരോടും കരുണയോടും സ്നേഹത്തോടും മാത്രം പെരുമാറിക്കൊണ്ടിരുന്ന നബി അന്നു പക്ഷേ അയാളോട് പറഞ്ഞു, താങ്കൾ ദയവ് ചെയ്ത് പുറത്തുപോയി സലാം പറഞ്ഞ് അനുവാദം ചോദിച്ച് കയറി വരൂ. സലാം പറയലിനെ പറ്റി നബി ഇങ്ങനെ പറഞ്ഞു, ഹേ വിശ്വാസികളെ, നിങ്ങൾ പരസ്പരം കരുണയുള്ളവരും പരസ്പരം കണ്ടാൽ സലാം പറയുന്നവരുമായി തീരാതിരുന്നാൽ നിങ്ങൾക്ക് പരദേശിയിൽ കയറാൻ പറ്റില്ല. ആര് ആദ്യം സലാം പറയുന്നു അവനെ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ പരസ്പരം ക്ഷമ ചോദിക്കുക. സുബ്ഹാന്റെ നാമം ഉരുവിട്ടു ഞാനും സായം സന്ധ്യയെ കാത്തിരുന്നു. സുജുദുകളർപ്പിച്ചും സർവാധിനാഥനിൽ
ബാങ്കിന്റെ ഈണം കാതോർത്തിരുന്നു. നോമ്പു തുറക്കുവാൻ കാത്തിരുന്നു. ഇരവേറെ നിന്നു ഞാൻ പൊതുവുള്ള മനസ്സാലെ ഇറയോന്റെ കാരുണ്യം പൂത്തരാവിൽ. ഇരവേറെ നിന്നു ഞാൻ പൊതുവുള്ള മനസ്സാലെ ഇറയോന്റെ കാരുണ്യം പൂത്തരാവിൽ. ലൈലത്തുൽ ഖദ്റെന്ന പുണ്യരാവിൽ സുബ്ഹാന്റെ നാമം ഉരുവിട്ടു ഞാനും സായം സന്ധ്യയെ കാത്തിരുന്നു. സായം സന്ധ്യയെ കാത്തിരുന്നു. മരുഭൂവിലിന്നെൻ്റെ മുസല്ല വിരിപ്പിൽ മനതാരിൽ നൊമ്പരമോദി ഞാനും. മരുഭൂവിലിന്നെൻ്റെ മുസല്ല വിരിപ്പിൽ മനതാരിൽ നൊമ്പരമോദി ഞാനും. മന്നാനെ കാരുണ്യമേക് പോലെ സുബ്ഹാന്റെ നാമം ഉരുവിട്ടു ഞാനും സായം സന്ധ്യയെ കാത്തിരുന്നു. സുജുദുകളർപ്പിച്ചും സർവാധിനാഥനിൽ ബാങ്കിന്റെ ഈണം കാതോർത്തിരുന്നു. നോമ്പു തുറക്കുവാൻ കാത്തിരുന്നു. റമദാൻ സഹാനുഭൂതിയുടെ മാസമാണെന്ന് നമ്മെ പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഉദാരശീലനായ നബി റമദാൻ മാസത്തിൽ വീശിയടിക്കുന്ന കാറ്റിനേക്കാൾ ഉദാരശീലനായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഉത്തമ സംസ്കരണത്തിനും സ്വഭാവശുദ്ധിക്കും റമദാൻ നമ്മെ സഹായിക്കുന്നു. ഇഫ്താറിൽ റമദാൻ വിഭവങ്ങളുമായി ഇഫ്താർ കുക്കറി ഷോ. ജീവിതയാത്രയ്ക്കിടയിൽ എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മപരിശുദ്ധി വീണ്ടെടുത്ത് തഖ്വയുള്ളവരായി തീരുക എന്നുള്ളതാണ് റംദാൻ മാസത്തിൽ ഓരോ വിശ്വാസിയുടെയും ലക്ഷ്യം. അള്ളാഹുവിൻ്റെ ഹിതങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച് അത് പിന്തുടർന്ന് ജീവിക്കാനുള്ള മനസ്സിന്റെ കഴിവിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. തുതിച്ചവരാം മൊഹിയുദ്ദീൻ സ്ഥാനം ലഭിച്ചവരാം ബഗ്ദാദിൽ ശാന്തിയുണർന്നോരാം അബ്ദുൽ ഖാദർ ജീലാനി. അല്ലാ ബിസ്മില്ലാ അല്ലാ അല്ലാ
ബിസ്മില്ലാ റഹ്മാൻ അല്ലാ അല്ലാ ബിസ്മില്ലാ ഇല്ലാ ബില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാ കുതുബേ റബ്ബാനി മുഹിയുദ്ദീൻ ജീലാനി അല്ലാ യാ മെഹബൂബേ സുബ്ഹാനി മഅ്ശൂഖുൽ റഹ്മാനി അല്ലാ അഗരം വിധി പടൈത്തോൻ അല്ലാ ആക്കി ശിപ്പവനീ അല്ലാ എൻ മനമോഹം തീർക്കല്ലാ കാത്തിടണം ബി ഫളിലില്ലാ അല്ലാ കുതുബേ റബ്ബാനി മുഹിയുദ്ദീൻ ജീലാനി അല്ലാ യാ മെഹബൂബേ സുബ്ഹാനി മഅ്ശൂഖുൽ റഹ്മാനി അല്ലാ തിങ്കൾ നബിയിൽ സല്ലല്ലാ സാരവൻ സഗീനാറല്ലാ തീർക്ക് മുറാദിനെ നീ അല്ലാ കാത്തിടണം ബി ഫളിലില്ലാ അല്ലാ കുതുബേ റബ്ബാനി മുഹിയുദ്ദീൻ ജീലാനി യാ മെഹബൂബേ സുബ്ഹാനി മഅ്ശൂഖുൽ റഹ്മാനി അല്ലാ സാമിൻ ജിന്നോനുടെ അഹ്ലോരാം സാനി കുഴൽകളെ പൂവോരാം സാനി കമർ മുറി ചേർത്തോരാം കാത്തിടണം ബി ഫളിലില്ലാ അല്ലാ കുതുബേ റബ്ബാനി മുഹിയുദ്ദീൻ ജീലാനി അല്ലാ യാ മെഹബൂബേ സുബ്ഹാനി മഅ്ശൂഖുൽ റഹ്മാനി അല്ലാ കുതുബേ റബ്ബാനി മുഹിയുദ്ദീൻ ജീലാനി യാ മെഹബൂബേ സുബ്ഹാനി മഅ്ശൂഖുൽ റഹ്മാനി നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഇഫ്താറിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണുന്നതുവരെ മസ്സലാമ.